ഹായ്, ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ചേട്ടൻ അങ്ങ് നൈറ്റിന് പോയി. ഞാനും കുഞ്ഞും മാത്രമേ നൈറ്റുണ്ടായിരുന്നുള്ളൂ. രാത്രി ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും ഒരാൾ ചെവിക്കകത്ത് വേദന അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണീച്ചിട്ട് ആൾ ഭയങ്കര ബഹളമായിരുന്നു. അത് ഒരു കണക്ക് ഞാൻ വിചാരിച്ച് രാത്രി തന്നെ ഇനി വണ്ടി പിടിച്ച് കൊണ്ടുപോകേണ്ട വരുന്ന അവസ്ഥയായിരിക്കുമെന്ന്. പിന്നെ വേദനയുടെ മരുന്നൊക്കെ കൊടുത്ത് ആൾ കിടന്ന് ഉറങ്ങി. പക്ഷെ രാവിലെ തന്നെ കൊണ്ടുവന്ന് വെച്ച് രാവിലെ അപ്പോയിൻമെൻറ്റിന് വിളിച്ചിട്ടുണ്ട്, കിട്ടുന്ന വിളിച്ച് മടുത്ത്. അപ്പോയിൻമെൻറ്റിന് പോകുകയെന്ന് പറഞ്ഞു, ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേന് പൊന്നിക്ക് വരാൻ ഭയങ്കര മടി. കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചക്ഷൻ കിട്ടിയോണ്ട് ആ ഒരു ഓർമ്മയിൽ വരാൻ ഭയങ്കര മടി. പിന്നെ ഒരു കണക്കിന് ഞങ്ങൾ പറഞ്ഞു വിട്ടു, ചേട്ടായി പറഞ്ഞു വിട്ട് എൻ്റെ കൂട്ടത്തിൽ വരികയാണ്. അവിടുന്ന് ഈ അപ്പോയിൻമെൻറ്റിന് പോകാനായിട്ട് 2-3 തവണ ഞാൻ വിളിച്ചിട്ട് എങ്ങും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഡയറക്റ്റ് അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോയപ്പോൾ കുഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സംശയം, അമ്മ ഇനി മുടി വെട്ടാൻ കൊണ്ടുപോകുന്നതാണോ എന്നോട് കള്ളം പറഞ്ഞിട്ടെന്നൊക്കെ. അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ 11:50 കിട്ടിയ അപ്പോയിൻമെൻറ്റിന് അവിടെ ചെന്നു 12 മണി വരെ ഉള്ളൂ. അപ്പം അതിനൊരു 11:50 ഒരു അപ്പോയിൻമെൻറ്റ് തന്നത് തന്നെ വലിയ കാര്യം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആളൊക്കെ ആയി. കാരണം ഇവിടെയൊക്കെ വന്ന് നല്ല പരിചയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു റൂം തന്നിരുന്നു. ആ റൂമിൽ കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ കളിപ്പാട്ടങ്ങളും ടോയ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ട എപ്പോൾ ചെല്ലുമ്പോഴേ ഇത് കളിക്കുന്നതാണ് കേട്ടോ. അതെടുത്ത് വെച്ച് അതും അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറൊക്കെ വന്നു. ചെവിക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചെവിക്കകത്ത് എന്തോ ഇട്ട് കുത്തിയിട്ട് ചെവിക്കകത്ത് മുറിവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് പ്രത്യേകിച്ചില്ല, അവർ ഒരു ഡ്രോപ്സ് തന്നു, ഇയർ ഡ്രോപ്സ് തന്നു, അതൊഴിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ചെവിക്കകത്ത് വേദനയായതുകൊണ്ട് തലയൊക്കെ മൂടി വെച്ചേക്കാമെന്ന് വിചാരിച്ചു, തണുപ്പുള്ളതുകൊണ്ട്. അതിന് നേരെ താഴെ തന്നെ ഒരു ഫാർമസി ഉണ്ടായിരുന്നു. അവിടെ മരുന്ന് മേടിക്കുന്നപ്പോഴോ അവിടെ മരുന്നില്ല, 4 മണിക്ക് ചെല്ലാൻ. പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു വാങ്ങിച്ചത്. പക്ഷേ പൊന്നിക്ക് ഇഷ്ടമുള്ള ഫുഡായിരുന്നു. പക്ഷേ അവന് ചെവിക്ക് വേദനയൊക്കെ ആയതുകൊണ്ടായിരിക്കും ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആൾ കഴിച്ചില്ല. പിന്നെ ഇവിടെ ഇരുന്ന ഫുഡ് പൊന്നിക്ക് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു റെഡിയായി. കഴിഞ്ഞ് കുഞ്ഞിയുടെ കൂടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്ക് വീണ്ടും ഒരു പോക്ക്. ഒരാവശ്യത്തിന് 3-ാമത്തെ തവണയാണ് ഈ സെയിം കടയിൽ പോകുന്നത്. അവിടെ ചെന്ന് ഈ ഇലക്ട്രോക്സ് 4 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ചെന്ന് കഴിഞ്ഞ് വന്നു, അവിടെ മേടിച്ച് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടുന്ന് കടയിലേക്ക് കയറി സാധനമൊക്കെ വാങ്ങിച്ച് പതുക്കെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി.